ഇന്ന് മെയിൻ സ്ലാബിൻ്റെ വാർപ്പാണ് കേട്ടോ. നല്ല മഴ, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 6:30. വല്ലതും നടക്കുക. ഇന്നലെ എല്ലാതും സെറ്റ് ചെയ്ത് കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് പോയതാണ്. പെരും മഴയത്ത് പണിക്കാരെല്ലാവരും എത്തിയിട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് അഗൈന്, ഷറഫാണ്. അപ്പോൾ ഇന്നാണ് നമ്മളെ വീടിൻ്റെ മെയിൻ വാർപ്പ്. സമയം ഏകദേശം 8 മണിയായി. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ എല്ലാവരും പണി തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം. മഴ പെയ്യില്ലാന്ന് വിചാരിക്കാം. ആകാശമൊക്കെ എപ്പോഴും മൂടിക്കൊണ്ട് കേട്ടോ. കോൺക്രീറ്റിനുള്ള എല്ലാ സംഗതിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമൻറ്റ് വന്നാൽ പണി തുടങ്ങും. സിമൻറ്റ് ഇപ്പോൾ വരുമായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യണം. നമ്മളെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടോ. മുറ്റത്താണ് മെറ്റലും എംസാൻഡും പിന്നെ അതേപോലെ കോൺക്രീറ്റ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റിക്കൊണ്ടിരുന്നത്. ഇവിടെ നേരെ ആ റോട്ടിലൂടെ വന്നുകൊണ്ട് ആ കോണി കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത്യാവശ്യം നല്ലോണം നടക്കാണ്ട്. പിന്നെ വയറിങ്ങും കാര്യങ്ങളും പ്ലംബിങ്ങൊക്കെ നമ്മളെ ഫ്രണ്ട് റഹീം തന്നെയാണ് എടുക്കേണ്ടത്. ഷംസീർ ഫ്രം കാടപ്പടി. ഏകദേശം നമുക്ക് 1350 സ്ക്വയർ ഫീറ്റോളം കോൺക്രീറ്റ് ഉണ്ട്. മൊത്തം 1700 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഒരാഴ്ച മുന്നിട്ട കോൺക്രീറ്റാണ്. അത് കിഴിച്ചിട്ട് ബാക്കി 1350 സ്ക്വയർ ഫീറ്റാണ് ഇന്ന് നമുക്ക് കോൺക്രീറ്റ് ചെയ്യുള്ളൂ. കുട്ടികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. ഒച്ചപ്പാടും ബഹളും ഇത് കണ്ടിരിക്കുകയാണ് എല്ലാവരും. കോൺക്രീറ്റ് ഇട്ടൊക്കെ മഴനെ പേടിച്ചിട്ട് നമ്മൾ ടാർപ്പായി വിരിച്ചിട്ടാണ്. അതൊന്നും ചിക്കൻ വേണ്ട, കഴുകിക്കാണ്ടോ? കോൺക്രീറ്റ് പണി കഴിയാറായി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് സാദാ ചോറ് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരമായി. പണി കഴിഞ്ഞ് പോകുമ്പം ബിരിയാണിയാണ്. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്തൊരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. നമ്മളെ 800 ഇട്ട് കൊണ്ടുവരണം. ഏകദേശം ഒരു 5 കിലോന് ഏൽപ്പിച്ചിട്ടുണ്ട്. ബിരിയാണി ചെമ്പും കൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ നമുക്ക് മെറ്റൽ തയ്യാതെ വന്നപ്പോൾ വീണ്ടും ഒരു ലോഡും കൂടി അടിക്കണം. കണക്കാ വാർത്ത ഏകദേശം കഴിഞ്ഞിട്ടു. കോൺക്രീറ്റ് ഇതാ അവസാന ഘട്ടത്തിലെത്തി. അഞ്ച് മണിയായപ്പോഴേക്കും നമ്മൾ മെഷീൻ ഓഫാക്കിയ. അപ്പോഴേക്ക് കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞ്. ഇറങ്ങിയ